യാവുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്ലോമാ സിറ്റിയിൽ നിന്ന് കർത്താവിന്റെ ദാസൻ ക്രിസ്റ്റോ ചെറിയാൻ ഇപ്പോഴൊരു ഗാനം ആലപിക്കും. പാട്ടിനായി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥന തരുന്ന പാട്ട് നമുക്ക് ആസ്വദിക്കാം. Praise the Lord. Hallelujah. കേൾക്കാമോ? അല്ലേ? കേൾക്കാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം. ആദ്യമായി ഈ പ്രയർ ലൈനിലായിരിക്കുന്ന സ്തോത്രം എല്ലാ വിശുദ്ധന്മാർക്കും, ആമേൻ. സ്തോത്രം. കർത്താവിന്റെ ദാസിമാർക്കും അനുഗ്രഹപൂർണമായ ഒരു വർഷം അവിടുന്ന് ആശംസിക്കുകയാണ്. ഇളയവൻ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ മറുപടി ഈ വർഷക്കാലം തരുമാറാകട്ടെ. അതിനേക്കാൾ ഒക്കെ ഉപരിയായി നമ്മൾ കർത്താവിന്റെ നാടിനോട്, ആമേൻ, സ്തോത്ര പാട്ടുകാരൻ പറയുന്നത് പോലെ എൻ്റെ പ്രിയന്റെ നാടിനോട് ഞാൻ ഒരു വർഷം കൂടി അടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും അവിടുന്ന് ഭാഗ്യം കർത്താവ് സിദ്ധിച്ചു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും കർത്താവ് പരിപാലിച്ചു, ആപത്തുകൾ അനർത്ഥങ്ങളിൽ നിന്നൊക്കെയും സൂക്ഷിച്ചു. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും സൂക്ഷിച്ച നമ്മുടെ കർത്താവിനെ ഇന്ന് രാത്രിക്കാലം നമുക്ക് കരങ്ങൾ ഉയർത്തി അവിടുന്ന് സ്തോത്രം, അവിടുന്ന് മഹത്വം കൊടുക്കാം. ആമേൻ. സ്തോത്രം. നമ്മുടെ ഭവനങ്ങളിലാണല്ലോ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ആമേൻ. സ്തോത്രം. ആത്മാവുള്ളിടത്ത് അവിടുത്തെ പരിപൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഏകാഗ്രമാക്കാം. ഉള്ള പ്രാർത്ഥനാ ലൈനായി കർത്താവ് സ്തോത്രം കഴിഞ്ഞ കാലങ്ങളൊക്കെ അനുഗ്രഹിക്കാനിടയായി അനേക അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസന്മാരിൽ കൂടി ദൈവവചനം അവിടുന്ന് സ്തോത്രം രാവും പകലും ഈ ദേശത്തോടും, ആമേൻ, സ്തോത്രം, ഈ പ്രയർ ലൈൻ എവിടൊക്കെ അതിന്റെ ശബ്ദങ്ങൾ കടന്നില്ലെന്ന് അവിടൊക്കെയും ആത്മാക്കളോട് സംസാരിക്കുവാൻ അവിടുന്ന് കർത്താവ് സഹായിച്ചു. ഇതിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേക ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ സാധനങ്ങളെയും വിജയാന്റെയും കുടുംബത്തെയും കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. സ്തോത്രം. തിരുവചനം ഇപ്രകാരം പറയുന്നു. ആമേൻ. സങ്കീർത്തനങ്ങൾ അവസാന സങ്കീർത്തനം 150 സങ്കീർത്തനം അതിന്റെ അവസാന വാക്യം ഇങ്ങനെയാണ് പറഞ്ഞു നിൽക്കുന്നത്: ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പീൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഇന്ന് നിങ്ങൾക്ക് ശ്വസിക്കുവാൻ, നിങ്ങൾക്ക് ചലിക്കുവാൻ പരസഹായം കൂടാതെ ഒരു കാര്യം ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ? നാം ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇതിന് കഴിയാത്ത അനേകർ, ആമേൻ, സ്തോത്രം, നമ്മൾ ചുറ്റുപാടും നോക്കിയാൽ ഈ രാജ്യത്തും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. എന്നാൽ ഇന്ന് രാത്രിക്കാലം നമുക്ക് പറയുവാൻ സാധിക്കും, കർത്താവ് നമ്മുടെ കരങ്ങളെ പിടിച്ചു. ആമേൻ. സ്തോത്രം. ഈ നമുക്ക് തന്നിരിക്കുന്ന സമാധാനം, സന്തോഷം, എല്ലാ റിസോഴ്സസും, ആമേൻ, സ്തോത്രം, അത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. ആമേൻ. സ്തോത്രം. അത് കർത്താവിന്റെ നാമമഹത്വത്തിനായി ഈ വരുന്ന വർഷക്കാലം അനേകർക്ക് അത് ആശ്വാസവും ആത്മാക്കളുടെ വിടുതലിനുമായി തീരട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആത്മീയ ഗാനങ്ങൾ പാടി നമുക്ക് കർത്താവിനെ ഇന്ന് രാത്രികാലം മഹത്വപ്പെടുത്താം. പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നു: എന്നോട് കർത്താവ് ചെയ്ത നന്മകൾക്കൊക്കെ ഞാൻ എന്ത് അവന് പകരം നൽകും. ആമേൻ. സ്തോത്രം. ഇത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ. രക്ഷയുടെ പാനപാത്രം എടുത്ത് അവന്റെ നാമത്തെ ഇന്ന് രാത്രിക്കാലം വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ആ തിരുമുമ്പിൽ കാഴ്ചവെക്കുവാൻ നമുക്ക് ഒന്നേ ഉള്ളൂ. ആമേൻ. സ്തോത്രം. നമ്മുടെ സ്തുതിയും സ്തോത്രവും അധരത്തിൽ നിന്നും വീഴുന്ന നന്ദി മാത്രമേ ഉള്ളൂ. ആമേൻ. ഇന്ന് രാത്രികാലം നമ്മുടെ രാജാവ് ജീവിക്കുന്നു. ആമേൻ. നമ്മുടെ രക്ഷകൻ ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ സ്വർഗസുഖത്തിൽ എല്ലാ പീഠങ്ങളും വെടിഞ്ഞ്, ആമേൻ, സ്തോത്രം, പിതാവിന്റെ മാർവിൽ നിന്നും ആമേൻ ഈ താണ ഭൂമിയിലേക്ക് കടന്നു വന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് കാൽവറി ക്രൂശിൽ അവിടുന്ന് മരിച്ചു. എത്ര സൗഭാഗ്യമാണ് പ്രിയരെ. ഹല്ലേലൂയ. ഇതുപോലൊരു ഭാഗ്യം വേറെ ഉണ്ടോ ഈ ഭൂമിയിൽ? സ്തോത്രം. ചേർന്ന് നമുക്ക് പാടി അവിടുന്ന് കർത്താവിനെ മഹത്വപ്പെടും. സ്തോത്രം. തിരുമുൻപിൽ കാഴ്ചവെക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ, തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു, തിരുമുൻപിൽ കാഴ്ചവെക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ, തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. ചേർന്ന് പാടുമോ?
ഓ ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. യെസ്, ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി. രാജകീയ പുരോഹിതനായി മഹാകരുണയാൽ തിരഞ്ഞെടുത്തു. നന്ദിയോടെ പാടുമോ അത്? കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി. രാജകീയ പുരോഹിതനായി മഹാകരുണയാൽ തിരഞ്ഞെടുത്തു. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാതിരാജാവായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ കർത്താതി കർത്താവായി. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഓ ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. സ്വർഗസുഖപീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവനേ. നന്ദി യേശുവേ. ഓ തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെ താഴ്ത്തിയോനേ. സ്വർഗസുഖപീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവരേ. തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെ താഴ്ത്തിയോനേ. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ തേജസ്സിന്റെ പൂർണ്ണനായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ സ്തുതികൾക്ക് യോഗ്യനായി. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. എന്റെ യേശുവിൻ മാർവിടമേ. പ്രൈസ് ഗാഡ്. താങ്ക് യു ജീസസ്. കർത്താവേ, അങ്ങയുടെ മാർവിടത്തിൽ, ഹല്ലേലൂയ, ആ പാദപീഠത്തിൽ കർത്താവേ
ചാരിക്കൊണ്ട്, കർത്താവെ അങ്ങിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ വർഷത്തിന്റെ ഓരോ ദിവസങ്ങളും ഓരോ മാസങ്ങളും കർത്താവെ അവിടുന്ന് സ്തോത്രം ആ കാൽവറി ക്രൂശിന്റെ മറവിൽ അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും മറഞ്ഞിരിക്കുവാൻ കർത്താവെ സഹായിക്കണമേ. പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും സ്വർഗം കർത്താവെ അവിടുന്ന് മറുപടി അയച്ച് കർത്താവെ ഞങ്ങളുടെ വിശ്വാസങ്ങളെ അവിടുന്ന് വർദ്ധിപ്പിക്കണമേ. ഈ പ്രവർത്തനത്തെ കർത്താവ് അവിടുന്ന് സ്തോത്രം വിശാലമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം അവിടെ നേതൃത്വം കൊടുത്ത കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും അവിടുന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ സോങ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം പാടുവാൻ ദാസിനെ ദൈവം കരങ്ങളെടുത്തില്ല. നല്ല സ്വരവും നല്ല ശബ്ദവും കർത്താവിന് പാടുവാൻ ദൈവം കൊടുത്തിരിക്കും. ദാസിനെയും ദാസിയെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളായി വീട്ടുകാർ കുടുംബക്കാർ ചാർച്ചക്കാർ സ്നേഹം എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് മക്കൾക്ക് എല്ലാവർക്കും ദീർഘായുസ്സും തൃപ്തിപ്പെടുത്തട്ടെ. ഒക്കലോമാ പ്രേരണയിലും ദൈവത്തിനും ദൈവസഭയ്ക്കും അനുഗ്രഹ വിഷയമാക്കി നിർത്തിയിരിക്കുന്നുവല്ലോ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. പിന്നെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുവാൻ ദൈവം കൃപ അധികമായി പകരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിർമ്മാണം ദൈവജനം സൂക്ഷിപ്പാൻ പോകുന്ന ദൈവഭക്തനെ നമുക്ക് ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വചനത്തിന്റെ വാവിൽ തുറന്നു കിട്ടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഉത്സാഹിപ്പിക്കുന്ന ഒരാൾക്ക് ശബ്ദത്തെ ആത്മാവ് ചുരുക്കമായി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഈ സന്ധ്യാസമയം കർത്താവിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. നല്ല എബനേസറായ ദൈവം ഞങ്ങളോട് കൂടിരുന്ന് കർത്താവ് ഞങ്ങളെ വഴി നടത്തുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ദൈവം ഞങ്ങളെ മധ്യ ഉള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ പാട്ട്, പ്രാർത്ഥന, വചന ശുശ്രൂഷ എല്ലാം സ്വർഗം പ്രസാദമായിരിക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വചന ശബ്ദം കടന്നു വന്നിരിക്കുന്ന എല്ലാ ഭവനങ്ങളും അവരുടെ കുടുംബങ്ങളും കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കടന്നു വന്ന ജനത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവേ. ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസിനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പാട്ടുപാടുവാൻ പ്രിയ സഹോദരൻ ക്രിസ്തുവെ കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഐവിക്കായി സ്തോത്രം കർത്താവേ. കുഞ്ഞുങ്ങളെ രണ്ടുപേരെ അനുഗ്രഹിക്കുന്ന ആബിയെ കർത്താവേ. ഡാനിയൽ മോനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ സഹായിക്കണമേ, ആരോഗ്യത്തോട് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വചനമായി കടന്നു വരുന്ന കർത്താവിന്റെ ദാസിന് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അഭിഷേകത്തോട് അധികാരത്തോടെ വചനം ശുശ്രൂഷിക്കുന്ന ദാസനെ സഹായിക്കണമേ, ശുശ്രൂഷകളെ കർത്താവ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കേൾക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അത് അനുഗ്രഹം വിടുതലും കർത്താവെ അനുഗ്രഹമായിരിക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. പാട്ടിൽ കൂടെ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വീണ്ടും കർത്താവെ വചനത്തിന്റെ മുൻപാകെ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളുടെ മനസ്സും ഹൃദയം തുറന്ന് ദൈവപാദപീഠത്തിലിരിക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സകല മാനവും മഹത്വം പുകഴ്ചയും അങ്ങേക്ക് തരുന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്ന വിശുദ്ധിയോടെ വേർപാടോട് താഴ്മയോടെ വിനയത്തോടെ ദൈവകൃപയോടെ ജീവിക്കുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. സന്ധ്യാസമയം രോഗികൾ സൗഖ്യമാകട്ടെ, സമാധാനമില്ലാത്തവർ സമാധാനം അനുഭവിക്കട്ടെ, സ്വസ്ഥതയില്ലാത്തവർ സ്വസ്ഥത അനുഭവിക്കട്ടെ. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഒരു മാനവും മഹത്വ പുകഴ്ചയും അങ്ങേക്ക് തരുന്നു. വചനത്തിലുള്ള സകല അനുഗ്രഹങ്ങളും ഞങ്ങൾ അനുഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. രാത്രികാലം ദൈവം ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് വളരെ പ്രാർത്ഥനയായിരിക്കെ ഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്നുള്ള ഹാലിലിയാസൻ യുവാഞ്ചലിസ്റ്റ് ഫിന്നി ജേക്കബ് ഇപ്പോൾ ദൈവം ശുശ്രൂഷിക്കും. ദാസിന്റെ വചനം സൂക്ഷിക്കായി ക്ഷണിക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയായിരിക്കാം. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പുതിയ വർഷത്തിൽ നിങ്ങളോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാനും ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുവാനും ദൈവം തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രയർ ലൈനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രയർ ലൈനിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസിനെയും ദാസിയെയും പങ്കെടുക്കുന്ന എല്ലാവരെയും കുടുംബങ്ങളായി കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി ഞാൻ നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഈ സമയങ്ങളിൽ നമുക്ക് ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പുതിയ വർഷം
കർത്താവ് അനുഗ്രഹത്തോടുകൂടി നമുക്ക് നൽകുമാറാകട്ടെ. വർഷത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ കർത്താവിന്റെ കണ്ണ് നമ്മുടെ മേലിരിക്കുകയും കർത്താവിന്റെ ദൃഷ്ടിയാൽ നമ്മെ നടത്തുകയും കർത്താവിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ വയ്ക്കുകയും ചെയ്യേണ്ടതിന് വേണ്ടി നിങ്ങളോട് ചേർന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രികാലം ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ നിങ്ങളോട് എന്ത് സംസാരിക്കണം എന്നുള്ളതിനെ പറ്റി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയും കർത്താവിനോട് ആലോചന ചോദിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത, ഒരു വാക്യം, ഒരു 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 വേദഭാഗം, അതാണ് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് പ്രകാശിപ്പിച്ച ആ ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ നിന്നാണ്. 32, 33, 34 അധ്യായങ്ങളിൽ നിന്നായിട്ടാണ് ഞാൻ ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം, ഈ പുതുവർഷത്തിൽ കർത്താവിനെ നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കുവാനുള്ള ഒരു വാക്യമാകട്ടെ എന്നുള്ള എൻ്റെ ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ ആ വാക്യം വായിക്കുന്നു. 33-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. അതിന് അവൻ, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. അതിന് അവൻ, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. മോശയുടെ ജീവിതത്തിലെ, ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിയോഗത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ബലഹീനനായ ഒരു മനുഷ്യൻ, തന്റെ ശക്തിയിലും തന്റെ കഴിവിലും ഒട്ടും വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യൻ, തന്റെ മാനുഷികമായ കഴിവിൽ ആശ്രയിക്കുവാൻ ഒരു വകയുമില്ലാത്തൊരു മനുഷ്യൻ, തന്നെ കൊണ്ട് വഹിക്കുവാൻ കഴിയാത്ത വലിയൊരു ഉത്തരവാദിത്വത്തിന്റെ മുമ്പിൽ നിന്ന് പതറുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവന് കൊടുക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഞാൻ ആമുഖമായിട്ട് നിങ്ങൾ പറയട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ വെല്ലുവിളികൾ എത്ര വലുതുമായിക്കൊള്ളട്ടെ, നമ്മുടെ മുമ്പിലുള്ള പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ എത്ര ഭീകരമായിക്കൊള്ളട്ടെ, എത്ര ഡോണ്ടിങ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ് നമുക്ക് മുമ്പിലുള്ളത് എന്നിരുന്നാൽ തന്നെ അതിന് മുമ്പിൽ ദൈവത്തിന് നമ്മളോട് പറയുവാനുള്ള ഏറ്റവും വലിയ ഉറപ്പ്, ദൈവത്തിന് നമുക്ക് നൽകുവാനുള്ള ഏറ്റവും വലിയ വാഗ്ദത്തം ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട വാക്യമാണ്, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. പ്രൈസ് ഗാഡ്. ഇതിനേക്കാൾ വലിയൊരു വാഗ്ദത്തമില്ല പ്രിയമുള്ളവരെ. എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. കൂടെ കൂടെ നിന്നോട് കൂടെ, നിന്റെ അടുത്ത്, നിന്നോട് ചേർന്ന് ദൈവ സാന്നിധ്യം കൂടെ പോരും. ജീവിതത്തിന്റെ ഏത് വെല്ലുവിളികളുടെ മധ്യത്തിലും പതറാതെ നിലനിൽക്കുവാൻ സഹായിക്കുന്നത് ദൈവത്തിന്റെ ഈ വാഗ്ദത്തവും ഉറപ്പുമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് പറഞ്ഞ സാഹചര്യങ്ങള്, ഇത് പറഞ്ഞ ഈ അധ്യായത്തിൽ വെളിപ്പെട്ട 3 അതിമനോഹരമായ ദൈവകൃപയുടെ മാനിഫെസ്റ്റേഷൻസിനെ പറ്റിയാണ് ഞാനിവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. 3 manifestations of the grace of God. ഈ സാഹചര്യം നിങ്ങൾക്കറിയാമല്ലോ. ഈ സാഹചര്യം തന്റെ ശക്തിയാലും മഹത്വത്താലും വീര്യത്താലും ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ട് തന്റെ ശക്തിയുടെ വലിയ പ്രദർശനം എന്നുള്ള നിലയ്ക്ക് ചെങ്കടലിനെ വിഭാഗിച്ച് അവരെ ലിബറേറ്റ് ചെയ്ത് അവരാരാധിക്കേണ്ട പർവ്വതത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ജനം ദൈവത്തോട് മത്സരിച്ച് ദൈവത്തിൽ നിന്ന് പിന്മാറി ദൈവത്തോട് അകന്ന് പാപം ചെയ്ത അവസ്ഥ. അപ്പൊ നോക്കണം, ജനം വ്യാപകമായി പാപം ചെയ്ത അവസ്ഥയിൽ, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് വൈഡ് സ്പ്രെഡ് സിൻ, പാപത്തിന്റെ പശ്ചാത്തലത്തിൽ
ഏകനായി നിലവിളിക്കുന്ന മോശയാണ് നമുക്ക് 32-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നീ എങ്കിലും കർത്താവേ നീ ക്ഷമിക്കണമേ, നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേരങ്ങ് വായിച്ചു കളഞ്ഞു, എങ്കിലും നീ നിന്റെ ജനത്തോട് നീ ക്ഷമിക്കണമേ എന്ന് നിലവിളിക്കുന്ന ഒരു മധ്യസ്ഥന്റെ നിലവിളിയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. 32-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ കൃപ വ്യാപരിച്ച മൂന്ന് പ്രധാനപ്പെട്ട ദൈവകൃപയുടെ മാനിഫെസ്റ്റേഷൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കണം, റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എന്താ പറയുന്നത്? പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം പെരുകി. പാപം പെരുകിയ കാലത്ത് കൃപയും ഏറ്റവും പെരുകിയത് ആശ്ചര്യമേ എന്ന് പാട്ടുകാരൻ പാടിയതുപോലെ, പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം പെരുകിയ 3 സന്ദർഭങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടുള്ള സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ പശ്ചാത്തലം, നമ്മുടെ സാഹചര്യം എത്ര സങ്കീർണവും എത്ര കുഴപ്പം പിടിച്ചതുമായിക്കൊള്ളട്ടെ, അതിന്റെ മധ്യത്തിലും ദൈവത്തിന്റെ കൃപ വ്യാപരിക്കും. ദൈവത്തിന്റെ കൃപയുടെ മാനിഫെസ്റ്റേഷൻസ് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ലംഘനം പെരുകിയിടത്ത് കൃപ അത്യന്തം പെരുകി. ദൈവത്തിന് സ്തോത്രം. ഒന്ന് നമുക്ക് കാണാം, ഇവിടെ മോശയോട് ദൈവം പറയുന്നത് എന്തുവാ? മോശയോട് ദൈവം പറയാണ്, ഞാന് നിന്റെ നടുവിൽ നടക്കത്തില്ല, ഞാൻ ഒരു ദിവസമെങ്കിലും നിന്റെ നടുവിൽ നടന്നാൽ ഞാൻ അവരെ സംഹരിച്ചു കളയും. അതുകൊണ്ട് നിന്റെ നടുവിൽ ഞാൻ നടക്കത്തില്ല. Praise God. വിശുദ്ധനായ ദൈവത്തിന് പാപത്തോട് പൊരുത്തപ്പെടാൻ കഴിയത്തില്ല. ആ പ്രശ്നത്തിന്റെ നടുവിൽ ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിലേക്ക് ഞാൻ വിടാം. യു വിൽ നോട്ട് ഹാവ് മൈ പ്രസൻസ് എന്ന് പറയുന്ന ദൈവത്തോട് നിലവിളിക്കുന്ന മോശയാണ് നമുക്ക് ഈ 33-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെ പറയുന്ന മോശയോട് അങ്ങനെ പറഞ്ഞ ദൈവം തന്റെ കൃപയുടെ അത്യന്ത ധനമുഖാന്തരമാണ്. മോശയോട് ദൈവം പറയുകയാണ്, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. മൈ പ്രസൻസ് ഷൽ ഗോ വിത്ത് യു. മൈ പ്രസൻസ് ഷൽ ഗോ വിത്ത് യു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരം ദൈവ സാന്നിധ്യമാണ്. മോശയോട് ദൈവം പറയുന്നു, മോശയോട് ദൈവം പറഞ്ഞ് നേരത്തെ ഉള്ള കോൺവെർസേഷനിൽ മോശയോട് ദൈവം പറഞ്ഞിരുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. പാപമംഗിലമായ ഒരു പശ്ചാത്തലത്തിന്റെ നടുവിൽ, അങ്ങനെയുള്ള ജനത്തിന്റെ നടുവിൽ നിൽക്കുന്ന മോശയോട് ദൈവം, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞു. ഐ ഹാവ് നോൺ യു ക്ലോസ്ലി. ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഈ അറിവ് നമ്മുടെ ഹൃദയത്തിലേക്ക് ചൂഴ്ന്നിറങ്ങി മനുഷ്യൻ പൊക്കവും മനുഷ്യൻ പുറമേയുള്ളതും കാണുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഹൃദയത്തെ കാണുന്ന കർത്താവിന് നമ്മളോട് കൃപ തോന്നുന്ന ആ കൃപയാണ് പ്രിയമുള്ളവരെ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ എന്ന് പറയും. പ്രൈസ് ഗോഡ്. ദൈവത്തിന് നമ്മളോട് പറയുവാൻ കഴിയുമോ? ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, നിന്നെ ഞാൻ ഉള്ളവണ്ണം അറിഞ്ഞിരിക്കുന്നു, നിന്റെ ഹൃദയത്തെ ഞാൻ അറിയുന്നു, നിന്റെ ഉള്ളത്തെ ഞാൻ അറിയുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു.
അതുകൊണ്ട് എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. ആ ദൈവത്തിന്റെ കൃപ, നമ്മളെ അടുത്തറിയുന്ന ദൈവത്തിന്റെ കൃപ, നമ്മളെ അടുത്ത് അറിഞ്ഞിട്ടും നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ കൃപ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഇതെല്ലാം നടുവിൽ വ്യാപരിക്കുന്ന ആ ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ദൈവമാണ് മോശയോട് പറയുന്നത്, ഞാൻ നിന്റെ കൂടെ വരാം, ഞാൻ എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഈ വാഗ്ദത്തം ലഭിച്ച മോശയുടെ ജീവിതത്തില് പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ? ഈ മോശയുടെ ജീവിതത്തില് ദൈവം സ്വസ്ഥത നൽകുമെന്ന് പറഞ്ഞത് കൊണ്ട് മോശയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ശരിയല്ല, ധാരാളം പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടായി. പക്ഷെ ആ പ്രശ്നങ്ങളുടെ നടുവില് ഹല്ലേലൂയ മോശയെ നിലനിർത്തിയതും മോശയുടെ ജീവിതത്തെ സഫലമാക്കി തീർത്തതും ഒടുവില് അവന്റെ അവസാന ശ്വാസം വരെയും അവനെ നിലനിർത്തിയതും മറ്റാരും കൂടെ ഇല്ലാതിരിക്കുമ്പോ അവന്റെ കണ്ണ് തിരുമ്മി അടയ്ക്കുന്നിടം വരെ അവന്റെ കൂടെ നിന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്, നമ്മൾ അറിയുന്നത്, നമ്മൾ തിരിച്ചറിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവസാനത്തോളം അതിനെ തികച്ചും. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ സ്തോത്രം. സീഹോനും ഓഗും വന്നാലും, ചെങ്കടൽ നമുക്കെതിരെ വന്നാലും, അതിനപ്പുറം അനേക യുദ്ധങ്ങൾ നേരിടേണ്ടി വന്നാലും, ഹല്ലേലൂയ, പർവ്വതത്തിന്റെ മുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോ കൈ കുഴഞ്ഞ് താഴോട്ട് വീഴാൻ, എത്ര ഞെരുക്കങ്ങളുടെയും കഷ്ടങ്ങളുടെയും നടുവിലൂടെ, എത്ര പ്രതികൂലങ്ങളുടെ നടുവിലൂടെ നടക്കേണ്ടി വന്നാൽ അതിന്റെ നടുവിലും ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ദൈവം കൂടെ ഇരുന്നാൽ നിന്റെ ബലഹീനതയെ തടസ്സമാകുകയില്ല, നിന്റെ പരിമിതികൾ ഒരു തടസ്സമാകുകയില്ല. നിന്റെ ബലത്തോടെ നടത്തുവാൻ ദൈവം തന്നെ ശക്തരാണ്. ദൈവത്തിന് ഇഷ്ടമാണ്. നമ്മൾ നോക്കി, ഞാൻ പറഞ്ഞല്ലോ, ഈ വാഗ്ദത്തം ലഭിച്ചത് കൊണ്ട് മോശയുടെ ജീവിതത്തിൽ പ്രശ്നമില്ലാതില്ല. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 11ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ 11ാം അധ്യായത്തിൽ എത്ര വലിയ പ്രശ്നത്തെയാണ് മോശയ്ക്ക് നേരിടേണ്ടി വന്നത് എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. സംഖ്യാപുസ്തകം 11ാം അധ്യായത്തില് നമ്മളിങ്ങനെയാ വായിക്കുന്നത്. അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാർ പിറുപിറുത്തു. യഹോവ കേട്ട് അവന്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തി പാളയത്തിന്റെ അറ്റങ്ങളിലുള്ളവരെ ദഹിപ്പിച്ചു കളഞ്ഞു. ജനം മോശയോട് നിലവിളിച്ചു. മോശ യഹോവയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ തീ കെട്ടുപോയി. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തുകയാൽ ആ സ്ഥലത്തിന് തബേര എന്ന് പേരായി. അപ്പൊ നോക്കണം, പ്രശ്നങ്ങളില്ലാതില്ല, പ്രതികൂലങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ അതിന്റെ നടുവിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ നടുവിൽ നിലവിളിക്കുന്ന മോശ, അതിന്റെ നിലവിളി അവസാനിക്കുന്നില്ല, പക്ഷെ അതിന് മറുപടി നൽകുന്ന ദൈവം. അതുകൊണ്ട് തീർന്ന പ്രശ്നം. ഒന്ന് വായിച്ചു നോക്കിയേ. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി. ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട്, അവർ വലിയ കരച്ചില്ല, നിലവിളിയാ, വലിയ നിലവിളി. അതിനെപ്പറ്റി നമ്മൾ വായിക്കുമ്പോൾ താഴെയുള്ള ഭാഗങ്ങൾ എനിക്ക് സമയമില്ലത് ഞാൻ ഓടിച്ച് പറഞ്ഞു പോവുകയാണ്. ഞങ്ങള് ഇസ്രായേലിൽ ഇരുന്നപ്പോൾ ഞങ്ങൾ ചിറ്റുള്ളിയും ചീരുള്ളിയും മറ്റും അതും ഇതും ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോ ഈ മഞ്ഞ അല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് മഞ്ഞയെ അധിക്ഷേപിക്കുകയും അവർ ദൈവത്തോട് നിലവിളിക്കുകയും കരയുകയും നിലവിളിക്കുക. അവരവന്റെ കൂടാരങ്ങളിൽ വലിയ നിലവിളിയാണ്. അപ്പോൾ മോശ യഹോവയോട് പറഞ്ഞു. അത് നോക്കണം, മോശ വളരെ നിരാശനായി തീർന്നു.
അപ്പോൾ മോശ യഹോവയോട് പറഞ്ഞത്, നീ അടിയനെ വലച്ചതെന്ത്? 11-ാം വാക്യം, 11-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. നീ അടിയനെ വലച്ചതെന്ത്? നിനക്ക് എന്നോട് കൃപ തോന്നാതെ ഈ സർവ്വജനത്തിന്റെയും ഭാരം എന്റെ മേൽ വെച്ചതെന്ത്? പ്രിയമുള്ളവരെ, ഏലിയാവിന്റെ ജീവിതത്തിൽ അതുപോലെ ഒരു നിരാശയുടെ അനുഭവം ഉണ്ടായില്ലയോ? മോശയുടെ ജീവിതത്തിലും അങ്ങനത്തെ നിരാശയുടെ അനുഭവം ഉണ്ടായി. മോശ ദൈവത്തോട് ചോദിക്കാം. പക്ഷെ ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കണം. ജനം നിലവിളിച്ചതുപോലെയല്ല മോശ നിലവിളിക്കുന്നത്. മോശ നിലവിളിക്കുന്നത് ദൈവസന്നിധിയിലാണ് നിലവിളിക്കുന്നത്. അപ്പൊ മോശ ദൈവത്തോട് കോപത്തോടുകൂടി പറയുന്ന ഭാവം വരെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഈ ജനത്തിനൊക്കെയും കൊടുക്കുവാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും? അവരിതാ ഞങ്ങൾക്ക് തിന്മാൻ തരിക എന്ന് പറഞ്ഞ് കരയുന്നു. ഏകനായി ഈ സർവ്വജനത്തെയും വഹിപ്പാൻ എനിക്ക് കഴിയുന്നതല്ല, അതെനിക്ക് അതിഭാരമാകുന്നു. ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം ദയവ് വിചാരിച്ച് എന്നെ കൊന്നുകളയണമേ, എന്റെ അരിഷ്ടത ഞാൻ കാണരുതേ എന്ന് നിലവിളിക്കുന്ന മോശയെ നമുക്ക് കാണാം. പക്ഷേ ദൈവ വാഗ്ദത്തം പ്രാപിച്ച മോശ, ദൈവ സാന്നിധ്യം കൂടെ പോരാമെന്ന് വാഗ്ദത്തം ലഭിച്ച മോശയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മോശ നിരാശനായി തീർന്നു. ജീവിതത്തിൽ നിരാശ ഉണ്ടാകുന്നതും പ്രതികൂലങ്ങൾ നേരിടുമ്പോൾ തകർന്നു പോകുന്നതും മാനുഷികമാണ്, മനുഷ്യ സഹജമായ ഒരു സ്വഭാവം മാത്രമാണ്. മോശയുടെ ജീവിതത്തിലും എലിയാവിന്റെ ജീവിതത്തിലും എല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷെ എന്നാൽ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. അപ്പോ മോശ, എനിക്ക് കഴിയത്തില്ല കർത്താവേ, ഇവരെ വായിച്ചുകൊണ്ട് പോകാൻ എനിക്ക് കഴിയത്തില്ലെന്ന് പറയുമ്പോൾ ദൈവം ഇതാ പറയുകയാണ്, ഞാൻ നിന്റെ മേലുള്ള ആത്മാവിനെ കുറെ എടുത്ത് നിന്റെ സഹപ്രവർത്തകരുടെ മേൽ പകരും എന്ന് അറിയിച്ചത്. നീ ഏകനായി വഹിക്കാതിരിക്കേണ്ടതിന് അവർ നിന്നോടുകൂടെ ജനത്തിന്റെ ഭാരം വഹിക്കും. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ ഉത്തരം, നമ്മൾ ഏകനായിട്ട് ഭാരം ചുമക്കുന്നു എന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ദൈവം, അത് മനസ്സിലാക്കുന്ന ഒരു ദൈവം, നമ്മളെ സഹായിക്കുവാൻ ഒരു പറ്റത്തെ ദൈവം ഉയർത്തിക്കൊണ്ടുവരുന്നത് കാണാനായിട്ട് നമുക്ക് കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഭാരങ്ങൾ അറിയുന്ന കർത്താവ് നമ്മൾക്ക് സഹായത്തിന്, ദൈവത്തിന്റെ കയ്യിൽ നിന്ന് സഹായം നേടുവാൻ നമുക്ക് കഴിയും. പ്രിയമുള്ളവരെ, നമുക്ക് കഴിയും. എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട് എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയുവാനായിട്ട് കഴിയും. 1. 2 പറയുകയാണ്, എന്നാൽ ജനത്തോട് നീ പറയേണ്ടത്, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. എന്നാൽ നിങ്ങൾ ഇറച്ചി തിന്നും, നിങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? ഇസ്രായേൽ ഞങ്ങൾക്ക് നന്നായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ യഹോവ കേൾക്കെ കരഞ്ഞുവല്ലോ. ആകയാൽ നിങ്ങൾക്ക് ഇറച്ചി തരികയും നിങ്ങൾ തിന്നുകയും ചെയ്തു. 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, 1 മാസം മുഴുവൻ തന്നെ ഞാൻ നിനക്ക് തരാം. പ്രിയമുള്ളവരെ, അത്ഭുതകരമായി പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ കഴിയുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അപ്പൊ മോശ പറയുകയാണ്, എന്നോട് കൂടെയുള്ള ജനം 6 ലക്ഷം കാലാളുണ്ട്. 1 മാസം തിന്നാൻ ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കുമെന്ന് നീ അരുളി ചെയ്യുന്നു. ഇപ്പോൾ ഇത് അവർക്ക് മതിയാവണ ആടുകളെയും മാടുകളെയും അവർക്ക് വേണ്ടി അറക്കുമോ? യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായി പോയോ? എന്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും എന്നറിയിച്ചു. യഹോവയുടെ കൈ കുറുതായി പോയോ? ദൈവത്തിന് വല്ല കാര്യവും അസാധ്യമാണോ? സകലത്തെയും സാധ്യമാക്കുന്ന ദൈവമാണ് നിന്റെ കൂടെയുള്ളത് എന്നൊരിക്കൽ കൂടി മോശയെ ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കവിടെ കാണാം, യഹോവ അയച്ച് ഒരു കാറ്റൂതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്ന് പാളയത്തിന്റെ സമീപത്ത് 1 ദിവസത്തെ വഴി അങ്ങോട്ടും 1 ദിവസത്തെ വഴി ഇങ്ങോട്ടും ഇങ്ങനെ പാളയത്തിന്റെ ചുറ്റിലും നിലത്തേക്ക് 2 മുഴം അടുത്ത് പറന്ന് നിൽക്കുമാറാക്കി. ജനം എഴുന്നേറ്റ് അന്ന് പകൽ മുഴുവനും കാടയെ പിടിച്ചു കൂട്ടി. ചിന്തിക്കാൻ കഴിയുമോ? സങ്കല്പിക്കുവാൻ കഴിയുമോ? ദൈവത്തിന്റെ മറുപടി എന്ന് പറയുന്നത് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്നാണ്. സങ്കല്പിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള
ഇമാജിൻ ചെയ്യുവാൻ കഴിയാത്ത വിധത്തിലുള്ള അനുഗ്രഹത്തിന്റെ മറുപടി നൽകുവാൻ ദൈവത്തിന് കഴിയും. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ യഹോവയുടെ കൈ കുറുതായി പോയോ? ചെങ്കടലിൽ വിഭാഗിച്ച കർത്താവിന്റെ കൈ, ഹല്ലേലൂയ, സീഹോനെയും ഓഗിനെയും തകർത്ത കർത്താവിന്റെ കൈ കുറുതായി പോയോ എന്ന് മോശയോട് ചോദിക്കുമ്പോൾ അവന് മറുപടി പറയാൻ കഴിയുന്നത്, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, ജീവിതത്തിന്റെ വെല്ലുവിളികളുടെ മധ്യത്തിൽ, ജീവിതത്തിന്റെ അടിത്തറയോളം നമ്മെ വെല്ലുവിളിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്ക് മറുപടി നൽകുവാനും നമ്മെ ജയത്തോടെ നടത്തുവാനും ദൈവ സാന്നിധ്യത്തിന് കഴിയും. ദൈവത്തിന്റെ ഇഷ്ടം, ദ പ്രസൻസ് ഓഫ് ഗാഡ്. നീ ദൈവ സാന്നിധ്യത്തിലാണോ വസിക്കുന്നത്? കർത്താവ് നിന്റെ കൂടെ ഉണ്ടോ? പ്രൈസ് ഗാഡ്. എങ്കിൽ കർത്താവിന്റെ കൈ കുറുതായി പോയിട്ടില്ല എന്നാണ് ഇന്ന് രാത്രികാലം എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇത് ഒരു വലിയ ദൈവ കൃപയുടെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ടാണ് ഈ ഭാഷണത്തെ നമുക്ക്, ദൈവത്തിന്റെ ഈ ഭാഷണത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ നിന്നോട് അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഹല്ലേലൂയ. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് എഴുതിയിരിക്കുന്ന പോലെ മോശയ്ക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപ. ഒന്നാമത്തെ ഉദാഹരണം, ദൈവത്തിന്റെ ശബ്ദം കേട്ടു, ദൈവ സാന്നിധ്യത്തിന്റെ ഉറപ്പ് ലഭിച്ചു. അതാണ് ദൈവകൃപയുടെ ഒന്നാമത്തെ മാനിഫെസ്റ്റേഷൻ നമ്മൾ കണ്ടത്. രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കാം. രണ്ടാമത്തെ മൂന്ന് ഉദാഹരണം, 3 മാനിഫെസ്റ്റേഷൻസിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞല്ലോ. രണ്ടാമത്തെ നോക്കാം. മോശയോട് ദൈവം, ഇതിനു മുമ്പിലുള്ള അധ്യായങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും, ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കണം എന്ന് മോശയോട് ദൈവം കൽപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട്. സമാഗമനം, ടെന്റ് ഓഫ് മീറ്റിംഗ് ഉണ്ടാക്കണം എന്ന് പറയും. അതിനെപ്പറ്റി വളരെ വിശദമായ, വളരെ സമയമെടുത്ത്, വളരെ ക്ലേശിച്ച്, വളരെ കഷ്ടപ്പെട്ട്, വളരെ കൃത്യതയോടുകൂടി നിർമ്മിക്കേണ്ട ഒരു ടെമ്പററി ദേവാലയം, ഒരു മൊബൈൽ ടെന്റ്, അത് ഉണ്ടാക്കണം എന്ന് മോശയോട് ദൈവം കൽപ്പിക്കുന്നു. എന്നാൽ ആ ടെന്റ് യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് തന്നെ നോക്കുക, ദൈവത്തിന്റെ ഡിസൈൻ പ്രകാരമുള്ള, ദൈവത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ചുള്ള, ദൈവത്തിന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള വലിയ ഒരു സമാഗമന കൂടാരം പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നോക്കുക, ഒരു ചെറിയ കൂടാരം മോശ ഒരു കൂടാരം ഉണ്ടാക്കി, അതിനെ പാളയത്തിന് പുറത്ത്, അവൻ ആ പാളയത്തിന് പുറത്ത് അടിക്കുന്നു, പാളയത്തിന് പുറത്ത് ടെന്റ് ഉയർത്തുന്നു. ആ ടെന്റിന് സമാഗമന കൂടാരത്തിന്റെ ഭംഗിയും, സമാഗമന കൂടാരത്തിന്റെ എലാബറേറ്റ്നെസ്സും, സമാഗമന കൂടാരത്തിന്റെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. വളരെ ലളിതമായ ഒരു കൂടാരം. ഇതൊരു ടെമ്പററി ഷെഡാണ്. ഇത് വരാൻ പോകുന്ന സമാഗമന കൂടാരത്തിന്റെ ഒരു മുന്നോടി പോലെ ഒരു ചെറിയ കൂടാരം മോശയെടുത്ത് പാളയത്തിന് പുറത്ത് കൊണ്ടേ അടിക്കുന്നു. അവിടേക്ക് മോശ കടന്നു ചെല്ലുന്നു. പ്രിയമുള്ളവരെ, വലിയ കൂടാരം തയ്യാറായി വരുന്നതേ ഉള്ളൂ. അതിനെപ്പറ്റി അതിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. അത് വലിയ കൂടാരത്തിന്റെ ഒരു വെളിപ്പാട് മാത്രമേ ഇപ്പൊ ലഭിച്ചിട്ടുള്ളൂ. ഇപ്പോ അങ്ങനെ ലഭിക്കുന്ന അങ്ങനത്തെ പശ്ചാത്തലത്തിൽ ഇതാ ആ കൂടാരത്തിന്റെ മുന്നോടിയായിട്ട് ഒരു ചെറിയ കൂടാരം മോശ പാളയത്തിന് പുറത്ത് അടിക്കുകയാണ്. ആ കൂടാരത്തിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ജനമെല്ലാം കൂടാരവാതിക്കൽ എഴുന്നേറ്റ്. അപ്പൊ മോശ ഈ കൂടാരം പാളയത്തിന് പുറത്ത് അടിച്ചിട്ട് അതിലേക്ക് നടന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി എങ്ങനെ നടന്ന് അങ്ങോട്ട് പോകുമ്പോൾ ജനമെല്ലാം അവരവന്റെ കൂടാരത്തിന്റെ വാതിക്കൽ നിന്ന് തല ഉയർത്തി നോക്കും. അങ്ങനെ നോക്കുമ്പോൾ മോശ ഇങ്ങനെ നടന്നു പോകുന്നത് കാണാം. അവനവന്റെ കൂടാരത്തിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് ജനമെല്ലാം നമസ്കരിക്കും. പക്ഷേ അങ്ങനെ ജനമെല്ലാം കൂടാരവാതിക്കൽ മേഘത്തിന്റെ
സ്തംഭം നിൽക്കുന്നത് കണ്ടു. ജനമെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തൻ താന്താന്റെ കൂടാരവാതിക്കൽ വെച്ച് നമസ്കരിച്ചു. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, വലിയ സമാഗമന കൂടാരവും അതിന്റെ അതിപരിശുദ്ധ സ്ഥലവും അതിലെ കൃപാസനവും അതിന്റെ യാഗങ്ങളും ഒന്നും തയ്യാറായിട്ടില്ല. അതൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പ് മോശ തയ്യാറാക്കിയ ഈ ലളിതമായ ഈ കൂടാരത്തിൽ മോശ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ ഹല്ലേലൂയ തന്റെ സ്നേഹിതരോട് സംസാരിക്കുന്നത് പോലെ മോശയോട് ദൈവം അഭിമുഖമായിട്ട് സംസാരിച്ചു. ദൈവത്തിന് ഒരു പാരഫെർനേലിയുമില്ല, ഒരു വലിയ വലിയ ദേവാലയത്തിന്റെ പരിവേഷമൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ലാത്ത ഈ ലളിതമായ കൂടാരത്തിന്റെ അകത്ത് മോശ കണ്ണുനീരോടുകൂടി ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ അടുത്തു വന്ന് സംസാരിക്കുന്ന ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ഈ ജീവിതത്തിൽ, നമ്മുടെ ഈ കൂടാരത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുമോ? നമ്മൾ ഈ കൂടാരത്തിൽ കഴിയുന്നിടത്തോളം കാലം ഭാരപ്പെട്ട് ഞരങ്ങുന്നല്ലേ നമ്മൾ വായിക്കുന്നേ. പക്ഷെ ഈ കൂടാരത്തിലും ഹല്ലേലൂയ, ഈ മൺകൂടാരത്തിലും ഹല്ലേലൂയ, ഈ മൺപാത്രങ്ങളിലും ദൈവത്തിന്റെ ശക്തി പകരുവാൻ ദൈവം ശക്തനാണ്, ദൈവം കൃപാലുവാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ, സ്വർഗത്തിന്റെ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്നിങ്ങനെയുള്ള വലിയ പ്രവചനത്തിന്റെ നിവൃത്തിയൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ വരാൻ പോകുന്ന ആ പ്രവചനത്തിന്റെ മുമ്പ് തന്നെ, അതിനു മുമ്പ് കൂട്ടി തന്നെ നമ്മുടെ ഈ മൺകൂടാരങ്ങളിൽ, ഈ അഴിഞ്ഞു പോകുന്ന, ഈ ബലഹീനമായ, ഈ ദുർബലമായ, ഈ പൊട്ടിപ്പോകുന്ന ഈ മൺകൂടാരങ്ങളിൽ ദൈവത്തിന്റെ ശക്തി പകരുവാൻ ദൈവം മനസ്സുള്ളവനാണ്. ദൈവം കൃപയുള്ളവനാണ്. ദൈവത്തിന് അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഈ പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ കഴിയും. കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ. എല്ലാ ദിവസവും നിന്റെ ശബ്ദം കേൾക്കാൻ എനിക്കിടയായി തീരണമേ. ഹല്ലേലൂയ. ഓ ഉന്നതനായ ദൈവം, ഉന്നതനും ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, പരിശുദ്ധനെന്ന് നാമമുള്ളവനുമായ കർത്താവ്, ഓർക്കണം, ഈ കണ്ട പ്രപഞ്ചങ്ങളുടെ എല്ലാം ഉടയവനായ ദൈവം, ഇത്ര വലിയ മഹാനും ഭയങ്കരനുമായ ദൈവം, സകലത്തിനും കാരണഭൂതനായ ഏകജ്ഞാനിയായ ദൈവം, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ, ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ നമ്മളോട് സംസാരിക്കുന്ന അനുഭവം ഈ മൺകൂടാരത്തിൽ നമുക്ക് അനുഭവപ്പെടുവാൻ കഴിയുമെങ്കിൽ അതിന് ദൈവകൃപ എന്നല്ലാതെ നമ്മൾ എന്താണ് അതിന് പറയാൻ കഴിയുന്നത്? പ്രൈസ് ഗോഡ്. അതാണ് നമുക്ക് മോശയുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കും. മൂന്നാമത്തെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. 33 അധ്യായത്തിന്റെ 17 മുതൽ ഞാൻ വായിക്കാം. 33 അധ്യായത്തിന്റെ 17 മുതൽ. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്ക് പോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു എന്നരുളി ചെയ്തു. അപ്പോൾ അവൻ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്നപേക്ഷിച്ചു. മോശ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ ഓരോരോ പടി കടന്ന് പ്രാർത്ഥിക്കുന്ന നമുക്ക് കാണാനായിട്ട്, നിന്റെ വഴി എന്നെ അറിയിക്കണം, നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ പറയണമേ എന്നൊക്കെ അടുത്ത വഴിയിലേക്കാണ്. നിന്റെ തേജസ് എന്നെ ഒന്ന് കാണിക്കണമേ. അപ്പോൾ അവൻ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്നപേക്ഷിച്ചു. അതിന് അവൻ എന്ന് വെച്ചാൽ അതിന് ദൈവം പറഞ്ഞ മറുപടി കേൾക്കണേ.
അതിനാൽ ഞാൻ എന്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കും എന്നറിയിച്ചു. ഹല്ലേലൂയ. എന്റെ ഹൃദയത്തെ ഏറ്റവും വലുതായിട്ട് സന്തോഷിപ്പിക്കുന്ന വാക്യങ്ങളിൽ ഒന്നാണ് ദൈവത്തിന്റെ വചനത്തിലെ ഈ വാക്യം. കൃപ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ കാണിക്കും, കരുണ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കരുണ കാണിക്കുന്നത് ദൈവം അറിയിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നോട് കൃപ കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സോവറിൻ ബില്ലനുസരിച്ച് ദൈവം തന്നെ തീരുമാനിച്ച് ദൈവത്തിന് നിന്നോട് കൃപ തോന്നി, നിന്നോട് സ്നേഹം തോന്നി ദൈവം നിന്നോട് കാണിക്കുന്ന ആ കൃപയാണെന്ന് ഓർത്ത് നീ ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യണം. പറയാൻ ഈ തേജസ് കാണിക്കാൻ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ തേജസ്സിന്റെ അളവ് നിന്റെ മുമ്പിൽ കൂടെ കടന്നു പോകും. അതിനൊരു വഴിയും കൂടെ ഞാൻ കണ്ടുപിടിച്ചത്. ദൈവം പറയാ, എനിക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് താല്പര്യം തോന്നിയാൽ ഞാൻ അതിനൊരു വഴിയും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. I'll find a way. Love will find a way. Love will find a way എന്ന് പറഞ്ഞത് സ്നേഹം ഒരു വഴി കണ്ടുപിടിക്കും. ആ വഴി എന്തായിരുന്നു? ഇവിടെ ഒരു പാറയുണ്ട്, ആ പാറയ്ക്കൊരു പിളർപ്പുണ്ട്, ആ പിളർപ്പിൽ നിന്ന് നിൽക്കണം. അപ്പൊ എന്റെ തേജസ് അതിലൂടെ കടന്നു പോകും. അപ്പൊ നീ എന്റെ ഔട്ട്ലൈൻ കാണും. ദൈവത്തിന് സ്തോത്രം. യു വിൽ ഗെറ്റ് ദ ഔട്ട്ലൈൻ. യു വിൽ സീ മൈ ഗ്ലോറി. നീ എന്റെ മഹത്വം കാണും. പ്രൈസ് ഗോഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ദൈവത്തോട് നമ്മൾ ചോദിച്ചാൽ ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും അപ്പുറമായി നമ്മുടെ ജീവിതത്തിൽ ആത്മീയ അനുഗ്രഹങ്ങൾ നൽകുവാൻ ദൈവം ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഒറ്റ കാര്യം, കൃപ കാണിക്കണമെന്ന് ദൈവത്തിന് തോന്നണം, കരുണ കാണിക്കണമെന്ന് ദൈവത്തിന് തോന്നണം. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. തനിക്ക് ബോധിച്ചവനോട്, തനിക്ക് ബോധിച്ചവരെ അവൻ അരികെ വിളിച്ചതാണ്. അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുക്കും. തനിക്ക് ബോധിച്ചവരെ അവൻ അരികെ വിളിച്ചു. അവന്റെ അരികെ ചെല്ലണമെങ്കിൽ അവന് ബോധിക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിന്റെ സന്നിധി നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് താഴ്ത്തി നമുക്കൊന്ന് പറയാം, കർത്താവ്, എനിക്ക് നിന്റെ തേജസ് ഒന്ന് കാണണം. ഈ പുതിയ വർഷത്തിൽ കിടക്കുമ്പോൾ നിന്റെ തേജസ്സിന്റെ മാഹാത്മ്യം എനിക്കൊന്ന് അടുത്തറിയണം. ദൈവത്തിന് സ്തോത്രം. എനിക്കൊന്ന് കാണണം. അങ്ങനെ കാണണമെന്ന് പറഞ്ഞപ്പോ ആ എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ആ പാറയുടെ പിളർപ്പിൽ ഞാൻ നിന്നെ ആക്കും. യേശു ക്രിസ്തുവിൽ നമ്മളായിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണുന്നത്. ദൈവത്തിന് പിളർന്ന പാറയിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം നമ്മൾ ദർശിക്കുന്നത്. ദൈവത്തിന് അവിടെ ഇരിക്കുമ്പോഴാണ് ദൈവ മഹത്വം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ രാവിലെ മോശ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ചെത്തിയ പാറ കഷ്ണമായിട്ട് മോശ ദൈവത്തോട് കാത്തിരിക്കാനായിട്ട് മോശ ചെല്ലുന്നതും അവിടെ 40 ദിവസം അവൻ ദൈവത്തോട് കൂടെ ആയിരുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തിന്റെ തേജസ്സിന്റെ ദർശനം പ്രാപിക്കുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് 34-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവം എങ്ങനെയാണ് തന്നെത്താൻ വെളിപ്പെടുത്തി കൊടുത്തത്. ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് ദൈവം വെളിപ്പെടുത്തി നമുക്ക് കാണാനായിട്ട് കഴിയും. 1000 പേർക്ക് 1000 കൃപയും കരുണയും ഉള്ളവൻ യഹോവയായ ദൈവം, കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഉള്ളവൻ, 1000 ദയവായിരിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവരെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. ഇങ്ങനെയുള്ള തന്റെ ആട്രിബ്യൂട്ട്സ് ദൈവത്തിന്റെ വചനത്തിലൂടെ അവൻ വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ തേജസ്സിന്റെ വെളിപ്പാട്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് ദൈവ തേജസ്സിന്റെ വെളിപ്പാടിന്റെ അനുഭവം. ദൈവം ആരാണ്? ദൈവത്തിന്റെ കൃപയുടെ വലിപ്പം എന്താണ്?
ദൈവത്തിന്റെ മഹത്വത്തിന്റെ വലിപ്പം എന്താ, ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ് ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്, കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് അതിൽ തന്നെ വാല്യുബിൾ ആണ്. അത് നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം എന്നല്ല ചിന്തിക്കട്ടെ. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് തന്നെ നമ്മുടെ ജീവിതത്തിൽ വാല്യുബിൾ ആണ്. ദൈവത്തെ അറിയുവാൻ കഴിയുന്നത് തന്നെ നമുക്ക്, അതാണ് കർത്താവ് പറഞ്ഞത്, ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാണ്. ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ക്രിസ്തുവിനെ നേടേണ്ടതിന്. ഞാൻ കർത്താവിനെ അനുഭവിച്ചറിയുന്നത്. അതാ പൗലോസ് പറയുന്നത്, ഞാൻ മരിച്ചു എല്ലാവരും മരിച്ചുകൊണ്ടിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ സകലവും ചവർന്ന് എണ്ണുന്നു. ക്രിസ്തുവിനെ നേടേണ്ടതിന് നമ്മൾ ഓർക്കണം. അങ്ങനെ മോശ ആ തേജസ്സിന്റെ അനുഭവം നേരിട്ട് കണ്ടിട്ട് എന്ത് സംഭവിച്ചു അവന്റെ ജീവിതത്തിലെ 34 അധ്യായത്തിന്റെ 29 വാക്യം വായിക്കുമ്പോൾ, അവൻ തന്നോട് അരുളി ചെയ്തത് നിമിത്തം തന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശ സാക്ഷ്യത്തിന്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായി പർവ്വതത്തിൽ നിറങ്ങുമ്പോൾ മോശ അറിഞ്ഞില്ല. ദൈവ സാന്നിധ്യത്തിൽ 40 രാവും 40 പകലും ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ മോശ അവിടെ ഇരുന്നിട്ട് ദൈവത്തിന്റെ പ്രമാണങ്ങൾ പ്രാപിച്ചവനായിട്ട് ആ പർവ്വതത്തിൽ നിന്ന് തേജസ്സോടുകൂടെ താഴേക്ക് ഇറങ്ങി വരുമ്പോ മോശ തിരിച്ചറിഞ്ഞില്ല, തന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിക്കുന്നത് തിരിച്ചറിഞ്ഞില്ല. ഇതാ ദൈവ തേജസ്സിന്റെ ഒരു പ്രത്യേകത. ദൈവ തേജസ്സിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ദൈവം നമ്മളുടെ മുഖത്തിന്റെ അഥവാ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ പ്രകാശം നമ്മളിൽ വ്യാപരിക്കും എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന്റെ ഇറ്റ് വിൽ റബ് ഓഫ് ഓൺ us. അത് നമ്മുടെ ജീവിതത്തിലേക്കും നമ്മളിലേക്കും വ്യാപരിക്കും. അതിനെപ്പറ്റി പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളയിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പൊ നമ്മള് മോശ അറിഞ്ഞില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ എന്ന് വെച്ചാൽ, ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന രൂപാന്തരം എന്തെന്ന് നമ്മൾ പോലും തിരിച്ചറിയത്തില്ല. നമുക്ക് പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തിയുടെ കീഴിൽ നമ്മളായിത്തീരും ദൈവത്തിന്. ഇതൊരു റിയാലിറ്റിയാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ കൊണ്ട് ചെറുകടിച്ച് കയറും. അവരുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാവും. അവരുടെ ജീവിതത്തിൽ ആ വ്യത്യാസം മറ്റുള്ളവർ കാണത്തക്കവണ്ണം വ്യത്യാസം ഉണ്ടാകും അവരുടെ ജീവിതത്തിൽ. ഒരുപക്ഷെ നമ്മൾ പോലും അറിഞ്ഞെന്ന് വരത്തില്ല. അതുപോലെ നമ്മളിലുള്ള ഒരു മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ദിസ് ഈസ് എ റിയാലിറ്റി. ദൈവകൃപയുടെ നിദർശനം, ദൈവകൃപയുടെ പ്രത്യക്ഷീകരണം, ദൈവകൃപയുടെ മാനിഫെസ്റ്റേഷൻ. 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്ന്, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. മൈ പ്രസൻസ് ഷൽ ഗോ വിത്ത് യു. മൈ പ്രസൻസ് ഷൽ ഗോ. ഈ പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 2024, വി ഡു നോട്ട് നോ വാട്ട് ഈസ് എഹെഡ് ഓഫ് us. നമ്മുടെ മുമ്പിലുള്ളത് എന്താ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ മുമ്പിലുള്ള എന്ത് വെല്ലുവിളികളാണ് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് മുമ്പിലുള്ള എത്ര വലിയ ഉത്തരവാദിത്തങ്ങളാണ് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ മുമ്പിലുള്ള ഭാരങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവത്തിന് നമ്മളോട് പറയുവാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. നമ്പർ 1. നമ്പർ 2, ഒരു മനുഷ്യൻ, ഒരു സ്നേഹിതൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം അടുത്ത് സംസാരിക്കുന്ന അനുഭവം. നമ്പർ 3, ഹല്ലേലൂയ, ദൈവ തേജസ്സിന്റെ സാമീപ്യം, ദൈവ തേജസ്സിന്റെ രൂപാന്തരം. ഈ 3 അനുഭവങ്ങൾ, ദൈവകൃപയുടെ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ
ഈ പുതുവർഷത്തിൽ നിങ്ങൾക്കുണ്ടാകട്ടെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് തന്നെ സഹായിക്കുവാനാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. രാത്രികാല ഐശ്വര്യമായ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചല്ലോ. വചനത്തിന്റെ ശബ്ദം ഹല്ലേലൂയ ദൈവ ശബ്ദമാണ് നാം ഇന്ന് രാത്രികാലം കേട്ടത്. പുതുവർഷത്തിന് ഹല്ലേലൂയ സ്തോത്രം. 2024 ഹല്ലേലൂയ സ്തോത്രം 2023 അനുഭവിച്ചതിലും അധികമായിട്ടുള്ള ദൈവകൃപ ഹല്ലേലൂയ അനുഭവിച്ച് സന്തോഷിച്ച് ആനന്ദിച്ച് കുഞ്ഞാടിന് മഹത്വം കൊടുക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം. മോശെ ദൈവം അടുത്തറിഞ്ഞു. ഹല്ലേലൂയ നമ്മളെ അടുത്തറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഹൃദയശുദ്ധി എങ്ങനെയുണ്ട്, നമ്മുടെ മനസ്സും ഹൃദയവും ഒക്കെ ദൈവത്തിൽ എങ്ങനെയുണ്ട്, അതൊക്കെ നാം ഒരു ഹല്ലേലൂയ ഒന്ന് പരിശോധന കഴിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ ഒരു സ്വയശോധന നാം കഴിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ 2023 നമ്മളെ നടത്തിയ ദൈവം, നമ്മോട് കൂടെ ഇരുന്ന ദൈവം ഈ 2024 ഹല്ലേലൂയ സ്തോത്രം നമ്മളെ ജയോത്സവമായി നടത്തുവാൻ ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. കോവിടകൾ നമ്മുടെ വിശ്വസ്തയോ നോക്ക്. നമ്മുടെ അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്ന ദൈവം, മോശയെ അടുത്തറിഞ്ഞ ദൈവം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ഹല്ലേലൂയ. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്നരുളി ചെയ്തു. ഹല്ലേലൂയ. ഓ സ്തോത്രം. യഹോവയോട് മോശെ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. തിരു സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. ഭയങ്കരമായ മരുഭൂമിയിൽ ദൈവമക്കളെയൊക്കെ ജയോത്സവമായി ദൈവം നടത്തി. വിതയും കൊയ്ത്തുമില്ലാത്ത ഭയങ്കരമായിട്ടുള്ള മരുഭൂമിയിലെ ശത്രുക്കളൊക്കെ മാത്രം ഉണ്ടായിരുന്നു. അതിന്റെ മധ്യത്തിൽ ശത്രുക്കളെ സംഹരിച്ച് എത്ര ജയോത്സവമായി മരുഭൂമിയിൽ അവരെ വഴി നടത്തി. എങ്കിലും ദൈവമക്കളെ 2 പേര് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചു. ഹല്ലേലൂയ. ബാക്കിയുള്ള ജനങ്ങളുടെ ഹൃദയം നമ്മളൊന്ന് പരിശോധിച്ച്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഹൃദയമാകുന്നു. പിറുപിറുക്കുന്ന ഹൃദയം, മത്സരിക്കുന്ന ഹൃദയം, നടത്തിപ്പുകാരുടെ മേൽ വിരൽ ചൂണ്ടിയത് ദൈവത്തിങ്കിലേക്കാവുന്ന വിരൽ ചൂണ്ടിയത് ദൈവത്തിന്റെ പ്രതിപുരുഷനായിരിക്കുന്ന മോശ, മഹാദൈവം നിൽക്കേണ്ട സ്ഥാനത്ത് നിർത്തിയതായ ദൈവം മോശയ്ക്ക് നേരെ കല്ലെറിയുവാൻ കല്ലെടുക്കുകയും ഹല്ലേലൂയ മാത്രം മത്സരങ്ങളും പിറുപിറുപ്പും അതൊരു ഹൃദയമാകുന്നുവോ നമുക്കുള്ളത്. കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളം തന്നാൽ നമ്മുടെ ഉപദേഷ്ടാവായി നമ്മുടെ സൃഷ്ടാവായ ദൈവം മറഞ്ഞിരിക്കുന്ന ദൈവമല്ല. നമ്മുടെ ഹൃദയത്തെ നമുക്ക് ശോധന ചെയ്യാം. ഹല്ലേലൂയ. മോശയെ അടുത്തറിഞ്ഞ ദൈവം. ഹല്ലേലൂയ. ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ഈ 2024 നാം പാറയുടെ പിളർപ്പിൽ മഹാദൈവത്തിന്റെ കരങ്ങളാൽ മറയ്ക്കപ്പെട്ടവരായിരിക്കാൻ ഹല്ലേലൂയ. പാറയുടെ പിളർപ്പിലും കടും തൂക്കത്തിന്റെ ഹല്ലേലൂയ കടും തൂക്കിന്റെ മറവിൽ ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാവും. ദൈവമക്കളെ, ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവത്തോടെ പറ്റി നിൽപ്പാൻ ഓ ഹല്ലേലൂയ നമുക്കിടയായി തീരട്ടെ. ഹല്ലേലൂയ. 2023 ഹല്ലേലൂയ ദൈവത്തോടെ പറ്റി നിന്നതുകൊണ്ടാണ് കൂടുതൽ അനുഭവിച്ചത്. പറ്റി നിന്നാൽ ഞാൻ നിന്നെ വിടുവിക്കും, എന്റെ നാമത്തെ അറിഞ്ഞാൽ ഞാൻ നിന്നെ ഉയർത്തും. ദൈവത്തിന്റെ അനുഗ്രഹ സമൃദ്ധിയൊക്കെ ശ്രേഷ്ഠമാകും. ഹല്ലേലൂയ. ഈ 2023 അനുഗ്രഹങ്ങളെക്കാൾ സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ ഈ 2024 ഓരോ കുടുംബങ്ങളുടെ മേൽ, വ്യക്തിയുടെ മേൽ, ദൈവസഭയുടെ മേൽ, സഭകളുടെ മേൽ, ദേശത്തിന്റെ മേൽ, പട്ടണങ്ങളുടെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ തലമുറകളായി പകരുവാൻ ദൈവം വിശ്വസ്തൻ. നമ്മളിരിക്കുന്ന ഇടത്ത് പുറമെ തരുവാൻ, പുറമെ തുറക്കുവാൻ
സകല നന്മയുടെ ഉറവിടം നമ്മുടെ കർത്താവ് മാത്രമാവും. സംഘങ്ങളെക്കാളും വിളിച്ചപേക്ഷിക്കുന്നത് ഓ ഹല്ലേലൂയ, സകല ഉറവുകളും നമ്മുടെ കർത്താവിൽ മാത്രമാവും. സകല നന്മയുടെ ഉറവിടം നമ്മുടെ കർത്താവാവും. നന്മയുടെ ഉറവിടം, സൗഖ്യത്തിന്റെ ഉറവിടം, ജീവന്റെ ഉറവിടം, ബലത്തിന്റെ ഉറവിടം. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ഉറവിടം, ദൈവകൃപയുടെ ഉറവിടം, എല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രമാവും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. മോശയെ അടുത്തറിഞ്ഞതുപോലെ ഈ 2024 ഓ സ്തോത്രം, നമ്മെ ഹല്ലേലൂയ അടുത്തറിഞ്ഞിരിക്കുന്ന ദൈവം നമ്മുടെ ക്രിസ്റ്റി വെച്ച് ആരംഭത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഹല്ലേലൂയ ക്രിസ്റ്റി വെച്ച് ആലോചന പറഞ്ഞിരുന്ന ദൈവം ഈ രാത്രികാലം വചനത്തിന്റെ വാതില് ദൈവഭക്തന് എഴുതാൻ തുറന്നു കൊടുത്തുവല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം, 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 സ്തോത്രം. നമ്മെ സ്വർഗത്തിലെ ദൈവം ബന്ധനമഴിച്ചത്, സ്വതന്ത്രരാക്കി തീർത്തത്, കൃപ തന്നത്, കൃപാവരങ്ങൾ തന്നത്, അഭിഷേകം തന്നത്, നാവിന്മേൽ പാഴ്ചകളും പുതുപാഴ്ചകളും തന്നത്, ശുശ്രൂഷ തന്നത്, നാം തകർന്നു പോകാനോ ഹല്ലേലൂയ മരുഭൂമിയിൽ ഈ ദുഷ്ടലോകത്തിൽ തകർന്നു പോകുവാനോ അല്ല. ഹല്ലേലൂയ, സ്തോത്രം. സംഘടനക്കാരും പ്രാർത്ഥിക്കുമല്ലോ, നീ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വം, എന്റെ തല ഉയർത്തുന്നവനും. ഓ സ്തോത്രം. 2024 തല ഉയർത്തിപ്പിടിക്കുവാൻ ശത്രുക്കളുടെ മധ്യത്തില് സ്വർഗത്തിലെ കണ്ണുകൾ ഉയർത്തുന്നവരായി, ഏതൊരാവശ്യം വന്നാലും മഹാദൈവത്തിന്റെ സന്നിധിക്കുന്നവരായി യഹോവയെ കാത്തിരുന്നാൽ എന്ത് ലഭിക്കും? ഹല്ലേലൂയ. കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി നീട്ടപ്പെടുന്ന ദൈവത്തിന്റെ കരങ്ങൾ, ആ അദൃശ്യമായ കരങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. ഓ ദൈവത്തിന്റെ കരങ്ങൾ, ഏലിയാവിന്റെ മേൽ ദൈവത്തിന്റെ കരങ്ങൾ വന്നു. ഓ നെഹസ്കേലിന്മേൽ ദൈവത്തിന്റെ കരങ്ങൾ വന്നു. ഊടവാലമ ശബ്ദരാജല ശ്രീഖരാധര സന്തര വിമലഭക്ഷലധര. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നത് എന്റെ മക്കളെ ദൈവം തേജസ് കൊണ്ട് നിറയ്ക്കും. മോശ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നതിന്റെ ഫലമായി എന്ത് ലഭിച്ചു? ഹല്ലേലൂയ. ഓ സ്തോത്രം. തന്റെ കൊക്ക് പ്രകാശിച്ചു. താൻ ഇറങ്ങി വന്നപ്പോൾ ജനങ്ങൾക്ക് നോക്കുവാൻ കഴിയാതെ വണ്ണം ദൈവ തേജസ് കൊണ്ട് ദൈവം. ഈ 2023 മഹാദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരുന്നതിനേക്കാൾ അധികമായി കാത്തിരിക്കുന്നവരും ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ജീവിപ്പാൻ സ്വർഗത്തിലെ എല്ലാവരെയും സഹായിക്കട്ടെ. വചനം സംസാരിച്ചത് ഭക്തനെ കുടുംബമായി കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. പാട്ടുപാടിയ മകനെയും കുടുംബമായി കുഞ്ഞുങ്ങളെയും ഹല്ലേലൂയ മാതാപിതാക്കളായി സഹോദരങ്ങളായി കുടുംബങ്ങളായി വീട്ടുകാരി എല്ലാവരെയും കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രേയറിലെ നടത്തുന്ന ഞങ്ങളുടെ മക്കളെയും കർത്താവിന്റെ ദാസിനെ ദാസിനികളെ 3 പേരെയും ഹല്ലേലൂയ മമ്മിക്കായി കുടുംബക്കാർ വീട്ടുകാർ ആൾക്കാർ ഈ പ്രേയർ സംബന്ധിക്കുന്ന ഓരോ കുടുംബങ്ങൾ അവരുടെ കുടുംബക്കാർ വീട്ടുകാർ ആൾക്കാർ സ്നേഹ സഹോദരങ്ങൾ ഈ രാജ്യങ്ങൾ പട്ടണങ്ങൾ ദേശം കൂടി വരുന്ന നിയമസഭ സഭകൾ ഹല്ലേലൂയ ശുശ്രൂഷകന്മാർ എല്ലാ കുടുംബങ്ങളും എല്ലാവരും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് നാം നിരന്തരം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. വീണ്ടും പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, പരിശുദ്ധാത്മാവായ സർവശക്തിയുള്ള മഹാരാജാവേ, വചനത്തിന്റെ വാതിലത്തെ ഭക്തന് തുറന്നു കൊടുത്തതിനായി തിരുമയുടെ ശബ്ദങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദി കരയേറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഭക്തൻ ശുശ്രൂഷയിൽ പിന്നെ ശോഭിക്കുവാൻ തേജസ്സിന്റെ ശുശ്രൂഷ, അഭിഷക്ത ശുശ്രൂഷ, ഹല്ലേലൂയ, വിടുതലിന്റെ ശുശ്രൂഷ, വീര്യപൂർവ്വത്തിന്റെ ശുശ്രൂഷ, അത്ഭുത ശുശ്രൂഷ ചെയ്യുവാൻ പിന്നെയും കരങ്ങളെടുത്ത് ഉപയോഗിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ രാത്രികാലം അവിടുന്ന് കേൾപ്പിച്ച ആ വചനത്തിന്റെ മുമ്പിൽ ഇടങ്ങളെ താഴ്ത്തുന്നു. അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഹല്ലേലൂയ യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കുവാൻ കരുതന്മാരെ പോലെ
തേജസ്സന്മേൽ തേജസ് പ്രാപിച്ച് മറ്റുള്ളവരുടെ ഹല്ലേലൂയ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം ലോകത്തിൽ ജ്യോതിഷികളെ പോലെ ശോഭിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് രാത്രികാല സുഖവർക്കങ്ങൾ തരണം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് തിരുമേനിക്ക് നന്ദി കരയേറ്റുവാൻ സഹായിക്കണം. അർദ്ധരാത്രി എഴുന്നേറ്റ് തിരുമേനിയെ സ്തുതിപ്പാൻ പ്രാർത്ഥിപ്പാൻ ഒക്കെ അടികളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. 2024 ആർക്കും ഒരു ദോഷം വരാതെ പരിപാലിക്കണം. മരണത്തിൽ അനർത്ഥത്തിൽ നാമത്തിൽ അപകടങ്ങളുടെ പാപവ്യാധി രോഗാണുക്കളും എല്ലാം പിടിവെക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണം. സ്വർഗസ്ഥ പിതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച എല്ലാ വഴി നടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസർക്കവും അടുക്കളോത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും രാത്രി കാലം സംബന്ധിച്ച എല്ലാവരുടെ മേലും ഭൂലോട് സകല വിശുദ്ധന്മാരുടെ മേലും ഇന്ന് വന്ന നീക്കം കർത്താവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ. God bless you. God bless us all. Amen. Thank you. Amen. 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 Amen.